ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഒരുപാട് സമയം ബാക്കിയുണ്ടെങ്കിലും ഈ സമയം തൊട്ട് തന്നെ അതിൻ്റെ പ്രവർത്തികൾ ആരംഭിച്ചതുപോലെയാണ് ഇന്ത്യ മുന്നണി. പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ അതിശക്തമായ പോരാട്ടമാണ് ആ നേതൃത്വം കാണിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെയും അതിശക്തമായ ഒരു തിരിച്ചുവരവ് അദ്ദേഹം നടത്തുക പതിവാണ്. പാർലമെൻറ്റിനകത്തും പുറത്തും അത് കണ്ടു. അമിത്ഷായും മോദിയും പാർലമെൻറ്റിൽ പോലും വരാത്ത രീതിയിൽ അവർ ഭയന്നിരുന്നു. അതിനിടയിലാണിപ്പോൾ പ്രിയങ്ക ഗാന്ധി തകർത്താടുന്നത്. BJPക്കും RSSനുമെതിരെ അതിശക്തമായ ഭാഷയിൽ തുറന്നടിച്ചുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി MP പോരാട്ടത്തിന് ശക്തി കൂട്ടിയിരിക്കുന്നത്. BJP RSS സഖ്യം ഈ രാജ്യത്ത് എത്രത്തോളം വെറുപ്പും വിദ്വേഷവും അക്രമവും പ്രചരിപ്പിച്ചാലും സാഹോദര്യത്തിലും ഒരുമയിലും അധിഷ്ഠിതമായ ഇന്ത്യയുടെ ആത്മാവിനെ മാറ്റാൻ കഴിയില്ല എന്ന് പ്രിയങ്ക ഗാന്ധി പറയുകയാണ്. പ്രിയങ്കയുടെ വാക്കുകൾ അമിത്ഷായും മോദിയും പറയുന്നത് പോലെ അല്ല. ഗുജറാത്തിലെ വംശഹത്യയിൽ പേരുകെട്ട ആളുകൾ ഈ രാജ്യത്തിൻ്റെ ഭരണം കൈയാളുന്ന എന്ന യാഥാർത്ഥ്യം പലരും വിളിച്ചു പറയുമ്പോൾ എല്ലാവരും മോദിയെയും അമിത്ഷായെയും അംഗീകരിക്കണമെന്നില്ല. എന്നാൽ ഈ രാജ്യത്തിന് വേണ്ടി രക്തം ചിന്തിയ ഇന്ദിരയുടെ കൊച്ചുമകൾ അല്ലെങ്കിൽ രാജീവിൻ്റെ മകൾ ഇത് പറയുമ്പോൾ ആളുകൾ അത് കേട്ടുനിൽക്കുന്നത് സ്വാഭാവികം. പ്രിയങ്ക പറഞ്ഞ വാക്കുകൾ തീ തുപ്പുന്നതായിരുന്നു. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: വസ്ത്രവും ചരിത്രവും BJPക്ക് മാറ്റാൻ സാധിച്ചേക്കും, എന്നാൽ ഈ രാജ്യത്തിൻ്റെ ആത്മാവിനെ ഒരിക്കലും മാറ്റാൻ അവർക്ക് സാധിക്കില്ല. ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ പരമ്പരാഗത നീല ജേഴ്സി മാറ്റി കാവി നിറത്തിലുള്ള പുതിയ കിറ്റ് അവതരിപ്പിച്ച നടപടി അപലപനീയമാണെന്ന് പ്രിയങ്ക ഗാന്ധി ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു. അങ്ങനെ അവർക്ക് യൂണിഫോം മാറ്റാം, പുതിയ വിദ്യാഭ്യാസ നയത്തിലൂടെ ചരിത്രം തിരുത്തിയെഴുതാൻ ശ്രമിക്കാം, അവർക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യാം. എന്നാൽ ഇതേക്കുറിച്ച് രാജ്യത്തെ യുവാക്കൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് ജന്തർ മന്ദറിൽ ഉയർന്ന പ്രതിഷേധ ശബ്ദങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമായി. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നയിച്ച ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ RSSനെ ഒരിടത്തും കണ്ടിട്ടില്ല എന്നും അവർ ഉണ്ടായിരുന്നില്ല എന്നും പ്രിയങ്ക ഗാന്ധി ഓർമ്മിപ്പിക്കുകയാണ്. അതിന് സംസ്കാരം സമ്മതിക്കാത്തത് കൊണ്ട് ഷൂ നക്കിയ കഥയൊന്നും പ്രിയങ്ക ഗാന്ധി കൂടുതൽ പറഞ്ഞിട്ടുമില്ല. BJPയുടെയും RSSൻ്റെയും യഥാർത്ഥ ലക്ഷ്യങ്ങൾ എന്താണെന്ന് അറിയാത്തവർ പോലും ഇപ്പോൾ അത് തിരിച്ചറിഞ്ഞു കൊണ്ടിരിക്കുകയാണെന്ന് പ്രിയങ്ക വ്യക്തമാക്കി. അടുത്ത മാസം ഹോളണ്ടിലും ബെൽജിയത്തിലുമായി നടക്കുന്ന FIH ലോകകപ്പിൽ കളിക്കുന്ന ഇന്ത്യൻ പുരുഷ വനിതാ ഹോക്കി ടീമുകളുടെ നീല ജേഴ്സിക്ക് പകരം കാവി ജേഴ്സി അവതരിപ്പിച്ചതാണ് പ്രിയങ്ക ഗാന്ധി ഏറെ വിവാദമാക്കിയത്. അങ്ങനെ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ മഹത്തായ സംസ്കാരത്തെ മുഴുവൻ നശിപ്പിക്കുന്ന നരേന്ദ്രമോദിയുടെ ഭരണം അത് അവസാനിപ്പിക്കുന്നതിന് എല്ലാ സൂചനയും ലഭിക്കുകയാണ്. BJP നേതാക്കൾ തളരുമ്പോൾ ആഞ്ഞടിക്കുന്ന കോൺഗ്രസ് ഇന്ത്യ മുന്നണി നേതാക്കളെയാണ് ഇപ്പോൾ കാണുന്നത്. അവർക്ക് പുറമെ ഇന്ത്യയിലെ വിദ്യാർത്ഥി യുവജന നേതാക്കളും ഒപ്പം കർഷക നേതാക്കളും അണിചേരുകയാണ്. ആ ഭയം വന്നതോടെയാണ് പാർലമെൻറ്റിൽ പോലും വരാതെ മോദിയും അമിത്ഷായും മാറി നിൽക്കുന്നത്.